കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയും. കേരള നഴ്സിംഗ് കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇക്കാര്യം കോളേജ് അധികൃതരെ അറിയിക്കുമെന്നും സംഭവത്തിൽ പ്രത്യേക സംഘടനയ്ക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ പങ്കില്ലെന്നും ബോർഡ് അംഗങ്ങൾ അറിയിച്ചു. കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂര റാഗിംഗ് അറിഞ്ഞ ഉടനെ കോളേജിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. റാഗിംഗ് വിവരം അറിഞ്ഞില്ലെന്നായിരുന്നു കോളേജിന്റെ മറുപടി. എന്നാൽ കോളേജിന്റെ വാദം തള്ളുന്നതായിരുന്നു ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട്. കൂടുതൽ കുട്ടികളും പരാതിയുമായി എത്തിയതോടെ നഴ്സിംഗ് കൌൺസിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ തീരുമാനമായി. പ്രതികളായ സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവർക്കെതിരെയാണ് കൌൺസിലിന്റെ നടപടി. ഇക്കാര്യം കോളേജ് അധികൃതരെ അറിയിക്കും. ഇതിനായി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കേരള നഴ്സിംഗ് കൌൺസിൽ മുൻ സെക്രട്ടറി പറഞ്ഞു. ഇതൊരു സേവന മേഖലയും കൂടിയാണ്. ആ സേവന മേഖലയിൽ മനുഷ്യത്വവും ഔദാര്യമൊക്കെ ഉള്ളവരാണ് കടന്നു വരേണ്ടത്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ഒരിക്കലും അതിന് അർഹരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ തുടർ പഠന സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കൂടിയ നഴ്സിംഗ് കൌൺസിൽ എടുത്തിട്ടുള്ളത്. ആ തീരുമാനം പ്രസിഡന്റ് ഗവൺമെന്റിനെ അറിയിക്കും. ഇനി ഒരു കേസ് കോടതിയിലൊക്കെ പോകും. കോടതിയിൽ തീരുമാനമൊക്കെ വരുന്നതിന് മുറയ്ക്ക് മാത്രമേ ഇനി അതിലൊരു പുനർചിന്ത ഉണ്ടാവൂ. KGS സംഘടനയിൽ ഇത്ര ക്രൂരമായ റാഗിംഗ് ഇതുവരെ നടന്നിട്ടില്ലെന്നും സംഭവത്തിൽ പ്രത്യേക സംഘടനയ്ക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ പങ്കില്ലെന്നും ബോർഡ് അംഗങ്ങൾ അറിയിച്ചു. പിന്നെ കുട്ടികൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ആകുമ്പോൾ അവരെ ആ സമ്മേളനത്തിനൊക്കെ വിളിക്കും. അത് സ്വാഭാവികമാണ്. ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നുകൊണ്ട് CPM ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ദയവ് ചെയ്ത് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അതിനിടെ ഹോസ്റ്റലിൽ ശാരീരിക പീഡനത്തിനായി ഉപയോഗിച്ച കോമ്പസും ഡംബലും കല്ലടക്കമുള്ള വസ്തുക്കളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെ 5 അധ്യാപകരുടെയും വിശദമായ മൊഴിയും രേഖപ്പെടുത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.